بسم الله الرحمن الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على سيدنا محمد وعلى آله وصحبه الفائزين برضا الله أما بعد فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, ജാമിയ വഹബിയ അറബിയ വണ്ടൂരിന്റെ വജ്ര ജൂബിലിയുടെ ഭാഗമായി ഇസ്ലാം 60 പ്രഭാഷണ പരമ്പരയിലെ ഇസ്ലാം ആചാരങ്ങളിലെ ലാളിത്യം എന്ന വിഭാഗത്തിൽ നോമ്പിന് പിന്നിൽ എന്ന വിഷയത്തെ അംഗീകരിച്ചുകൊണ്ട് 25ാമത്തെ സംസാരമാണ് ഇന്ന് നടക്കുന്നത്. നോമ്പെന്ന് പറയുമ്പോൾ മഹാന്മാർ നോമ്പിനെ പരിചയപ്പെടുത്തുന്നത് ഈമാൻ, ഈമാനിന്റെ 4-1 നോമ്പ്. ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 ഹദീസിനെ അടിസ്ഥാനമാക്കിയാണ് അവർ പറയുന്നത്. ഒന്ന് അസ്സൗമു നിസ്ഫുസ് സബ്ർ, നോമ്പെന്നത് ക്ഷമയുടെ പകുതിയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ അസ്സബ്ർ നിസ്ഫുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാണ് സബ്ർ. ഈ 2 ഹദീസിനെ കൂട്ടി വായിച്ചാൽ ഈമാനിന്റെ 4-1 നോമ്പെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോമ്പെന്നത് കൊണ്ട് അതിന്റെ അർത്ഥകൽപ്പന നടത്തുമ്പോൾ ഭാഷാർത്ഥത്തിൽ ഒരു അൽ-ഇംസാഖ്, ഒരു നിയന്ത്രണമാണ്, ഒരു പിടിച്ചു വെക്കലാണ്. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ നടത്തുന്നൊരു പ്രഖ്യാപനത്തെ ഖുർആൻ വിവരിക്കുന്നുണ്ടല്ലോ, ഇന്നി നദർതു ലിർറഹ്മാനി സൗമ. ഈ ഇവിടെ സൗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസാരത്തെ പിടിച്ചു നിർത്തലാണ്, സുക്കൂത്തുൻ അനിൽ കലാം അഥവാ ഇംസാഖ്. അപ്പൊ ഭാഷാർത്ഥത്തിൽ പിടിച്ചു വെക്കുക, നിയന്ത്രിക്കുക എന്നൊക്കെയാണ്. ശറഇന്റെ സാങ്കേതികാർത്ഥത്തിൽ ശറഅ് പറയുന്നത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് പിടിച്ചു നിൽക്കുക എന്നാണ്. മഹാന്മാരായ അഇമ്മത്ത് നോമ്പുകാരെ 3 തരത്തിൽ തരംതിരിക്കുന്നുണ്ട്. ഒന്ന് സൗമുൽ ഉമൂം, സാധാരണ നമ്മുടെയൊക്കെ നോമ്പ്. കഫും ഷഹ്വത്തിൽ ബത്നി വൽ ഫർജ്, ഷഹ്വത്തിൽ ബത്നി വൽ ഫർജ്, ഫർജിന്റെയും പള്ളയുടെയും ഒക്കെ ആഗ്രഹങ്ങളെ തടഞ്ഞു നിർത്തുക. രണ്ടാമത്തെ നോമ്പ് സൗമുൽ ഖുസൂസ്, പ്രത്യേകക്കാരുടെ നോമ്പ്. എല്ലാ അവയവങ്ങളെയും തെറ്റിൽ നിന്ന് തടഞ്ഞു നിർത്തുന്ന ഒരു നോമ്പ്. 3 സൗമു ഖുസൂസിൽ ഖുസൂസ്, കഫ്ഫുൻ അമ്മാ സിവല്ലാഹ്, അല്ലാഹു അല്ലാത്ത എല്ലാത്തെയും മാറ്റി നിർത്തുന്ന രീതിയിലുള്ള നോമ്പ്. ഇങ്ങനെ നോമ്പിനെ 3 പദവിയാക്കി മഹാന്മാർ തരംതിരിച്ചിട്ടുണ്ട്. നോമ്പ് മഹാന്മാർ അതിൻ്റെ പിന്നിലുള്ള പല രഹസ്യങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. നോമ്പ് കൊണ്ട് ഒരാൾ അയാളുടെ ജീവിതത്തെ എങ്ങനെ ചിട്ടപ്പെടുത്തണം, എങ്ങനെ ഒരു പരിപൂർണനായ ഒരു മുഅ്മിനായി ജീവിക്കണമെന്ന് പരിശീലിപ്പിക്കുന്ന ഒരു ഇബാദത്താണ് നോമ്പ്. തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു നിയന്ത്രണമുള്ള ജീവിതമാക്കി മാറ്റാൻ നോമ്പേറെ സഹായകമാണ്. മാത്രമല്ല പാപങ്ങളെ തിരിച്ചറിയാൻ,
പാവങ്ങളെ തിരിച്ചറിയാൻ, പട്ടിണിയെ തിരിച്ചറിയാൻ, ഇങ്ങനെയൊക്കെ നോമ്പിന്റെ പിന്നിൽ പല രഹസ്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ ലളിതമായാണ് അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത്. 12 മാസങ്ങളിൽ ഒരൊറ്റ മാസം മാത്രമാണ് നോമ്പ് നിർബന്ധമുള്ളത്. അതുതന്നെ കഴിവുള്ളവനാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. പ്രയാസം അനുഭവിക്കുന്ന രോഗികൾക്ക് നോമ്പ് നിർബന്ധമില്ല, കുട്ടികൾക്ക് നോമ്പ് നിർബന്ധമില്ല. പ്രായാധിക്യം കൊണ്ട് ഇനി ഒരിക്കലും മാറുകയില്ല എന്ന തരത്തിലുള്ള രോഗികൾക്കൊന്നും നോമ്പ് നിർബന്ധമില്ല. ആർത്തവകാരിക്ക് നോമ്പ് നിർബന്ധമില്ല, ആർത്തവ സമയത്ത് അവർ നോമ്പ് അനുഷ്ഠിക്കേണ്ടതില്ല. ഇങ്ങനെ കഴിയുന്നവർ തീർച്ചയായ ആളുകൾ മാത്രമാണ്, അവർക്ക് മാത്രമാണ് അള്ളാഹു നോമ്പ് വാജിബാക്കിയിട്ടുള്ളത്. ഈ രീതിയിൽ നോമ്പൊരിക്കലും പ്രയാസമുള്ള ഒരു ഇബാദത്തല്ല. മാത്രമല്ല, അതിൻ്റെ മറ്റു ശാസ്ത്രീയ വശങ്ങളിൽ ചിന്തിക്കുകയാണെങ്കിൽ ആ രീതിയിലും നോമ്പിന്റെ ഒരുപാട് ഗുണങ്ങൾ ശാസ്ത്രലോകം പറയുന്നുണ്ട്. ഫാസ്റ്റിങ്ങിന് ശാസ്ത്രലോകം ഒരുപാട് ഗുണങ്ങൾ, അവന്റെ ശാരീരികമായി അവന്റെ ഭക്ഷണ നിയന്ത്രണം ഉണ്ടാവാനുള്ള ഒരു പരിശീലനമായി, ഇങ്ങനെയൊക്കെ നോമ്പിനെ കുറിച്ച് ശാസ്ത്രലോകം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയില്ല. ഈ രീതിയിൽ വളരെ മഹത്വമേറിയ ഒരു ഇബാദത്താണ് നോമ്പ്. മറ്റുള്ള ഇബാദത്തുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ഇബാദത്ത്. കുല്ലു ഹസനത്തിൻ ബിഅശ്രി അംസാലിഹ എന്ന ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹു പ്രഖ്യാപിച്ചത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ അമലുകളും ബിഅശ്രി അംസാലിഹ ഇലാ 700 ദഅഫിൻ 700 ഇരട്ടി പ്രതിഫലം കിട്ടുന്ന നന്മകളാണ് മറ്റു എല്ലാ അമലുകളും. ഇല്ല സിയാം, നോമ്പ് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് 700 ഇരട്ടിയിലൊന്നും ഒതുങ്ങൂല. ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി എന്ന് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. അത് വല്ലാത്ത മഹത്വമേറിയ ഇബാദത്താണ്. അതിന്റെ പ്രതിഫലം പറഞ്ഞൊതുക്കുന്നതിലും അപ്പുറമാണ്. കാരണം മറ്റു ഇബാദത്തുകൾ പോലെയല്ല, ഇഖ്ലാസ് ഓട് മാത്രം ചെയ്യാൻ പറ്റുന്ന മറ്റു ഇബാദത്തുകളൊക്കെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും കാണിക്കാനും ഒക്കെ പറ്റുന്നതാണെങ്കിൽ നോമ്പ് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇഖ്ലാസോടെ നിർവഹിക്കാൻ പറ്റുന്ന മഹത്വമേറിയ ഒരു കർമ്മമാണ്. ഈ നോമ്പ് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഗുണമുണ്ട്. നോമ്പനുഷ്ഠിക്കാൻ പറ്റാത്ത ആളുകൾ, മുലയൂട്ടുന്ന സ്ത്രീ, കുട്ടിയുടെ കാര്യം ആലോചിച്ച് ഗർഭം ധരിച്ച സ്ത്രീ, കുട്ടിക്ക് പ്രയാസമാകുമെന്ന് പേടിച്ചൊക്കെ നോമ്പ് ഒഴിവാക്കുമ്പോൾ അവർ പാവങ്ങൾക്ക് ഭക്ഷണം നൽകേണ്ടതുണ്ട്. അത് നിർബന്ധമാണ്. ഇങ്ങനെ ഒരുപാട് ഹിക്മത്തുകൾ നിറഞ്ഞിരിക്കുന്ന വല്ലാത്ത മഹത്വമേറിയ കർമ്മമാണ് നോമ്പ്. അതിലുപരി നോമ്പിൽ വല്ല പാകപ്പിഴവുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് റമളാൻ കഴിഞ്ഞ ഉടനെ ഫിത്ർ സക്കാത്ത് നൽകാൻ. ഇതിന്റെ പിന്നിൽ പല കാര്യങ്ങൾ അറിഞ്ഞു കിടക്കുന്നുണ്ട്. പാവങ്ങൾക്ക് ഭക്ഷണമില്ലാതെ ആവരുത്. ഇങ്ങനെ എല്ലാ രീതിയിലും ഒരുപാട് നന്മകൾ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന തരത്തിലാണ് നോമ്പിന് അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത്. ഈ മഹത്വമേറിയ നോമ്പ് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ നിർവഹിക്കാൻ നമുക്ക് നാഥൻ തൗഫീഖ് നൽകട്ടെ. സംസാരം ഉപസംഹരിക്കുകയാണ്. آخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.